മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതും നമ്മളെപ്പോഴും കാണുന്നതും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിലുള്ള ജനലുകളെക്കുറിച്ചാണ്. ജനലുകളെന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ജനലുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ആകെ ഒരേ തരത്തിലുള്ള ജനലുകൾ മാത്രമേ ഉള്ളൂ. ജനലുകളെന്ന് പറഞ്ഞാൽ അത് 15 തരത്തിലുള്ള ജനലുകളുണ്ട്. അതിൻ്റെ എല്ലാ ആവശ്യങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. അതിൻ്റെ രൂപകൽപ്പനയിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ള 15 തരം ജനലുകളെക്കുറിച്ച് ആണ് ഇന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ജനലുകളൊന്നും ഉണ്ടാക്കി കാണുന്നില്ല. അതൊക്കെ അപൂർവമായി ചിലരുടെ വീടുകളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ കാണുന്നില്ല, സർവ്വസാധാരണയായി കാണുന്നില്ല. ഞാൻ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇതിൽ പരാമർശിക്കുന്ന തരത്തിലുള്ള 10-15 തരത്തിലുള്ള ജനലുകളുണ്ട്. പക്ഷേ എവിടെ നോക്കിയിരുന്നാലും ഒരു യൂണിഫോം രീതിയിലുള്ള ഒരേ ജനലുകളാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീടുകളിലും വച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് വിൻഡോയുടെ തരംതിരിവുകൾ ആണ് നമ്മൾ പറയുന്നത്. വിൻഡോ ഞാൻ പറഞ്ഞുവല്ലോ, 15 തരത്തിലുള്ള വിൻഡോകൾ നിലവിലുണ്ട്. അവയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നാമതായി കേസ്മെൻറ്റ് വിൻഡോ എന്ന് പറയുന്ന ഒരു തരം വിൻഡോയുണ്ട്. 2 ഡബിൾ ഹങ് വിൻഡോ, അതായത് ഡബിൾ ഹങ് വിൻഡോ. മൂന്നാമതായി പിവോറ്റഡ് വിൻഡോ. 4 സ്ലൈഡിംഗ് വിൻഡോ. 5 ലവേഡ് വിൻഡോ. 6 സാഷ് അല്ലെങ്കിൽ ഗ്ലാസ്ഡ് വിൻഡോ. 7 സർക്കുലാർ വിൻഡോ. 8 കോർണർ വിൻഡോ. 9 ഗേബിൾ വിൻഡോ. 10 ഡോർമർ വിൻഡോ. 11 ബേ വിൻഡോ. 12 ക്ലിയർ സ്റ്റോറി വിൻഡോ. 13 ലാറ്റേൺ വിൻഡോ. 14 സ്കൈലൈറ്റ് വിൻഡോ. 15 മെറ്റൽ വിൻഡോ. എന്നിങ്ങനെ 15 തരം വിൻഡോകളാണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ കേസ്മെൻറ്റ് വിൻഡോയെക്കുറിച്ച് തന്നെ തുടങ്ങാം. അതിന് ഫ്രെയിം, സ്റ്റൈലുകൾ, റെയിലുകൾ തുടങ്ങിയ ഡോറിൻ്റെ അതേ രീതിയിൽ നിർമ്മിക്കുന്ന വിൻഡോ ആണ് ഇത്. ഇതിൽ ഫ്രെയിം, സ്റ്റൈൽ, തിരശ്ചീന റെയിലുകൾ, മുള്ളിനുകൾ, പാനലുകൾ, ട്രാൻസോമുകൾ എന്നിവ ഉണ്ടായിരിക്കും. ഡോർ ഷട്ടർ തുറക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും തുറക്കുന്നത്. വിൻഡോ ഫ്രെയിം സാധാരണയായി സമചതുരമോ ദീർഘചതുര രൂപത്തിലോ ഉള്ളത് ആയിരിക്കും. ഇത്തരം ജനലുകളാണ് ഇന്ന് കൂടുതലായും ഉപയോഗിക്കുന്നത്. അടുത്തത് ഡബിൾ ഹങ് വിൻഡോ. ഇത് ഫ്രെയിമിലെ ഗ്രൂവുകളിൽ കൊടുത്തിട്ടുള്ള ഒരു ജോഡി ഷട്ടറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഘടിപ്പിച്ചിരിക്കുന്ന വിൻഡോയാണ് ഇത്. ഓരോ ഷട്ടറിനെയും ഇരുവശങ്ങളിലും ചെയ്തിട്ടുള്ള ചാനലുകളാൽ ബന്ധിച്ചിരിക്കുന്നു. ഓരോ ഷട്ടറിനെയും 2 മെറ്റാലിക് വെയിറ്റുകളാൽ ചരടിൻ്റെയും ഒരു പുള്ളിയുടെയും സഹായത്താൽ ഉറപ്പിച്ചിരിക്കുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കപ്പി, കറങ്ങുന്ന കപ്പിയെക്കുറിച്ച് അറിയാമല്ലോ, അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇരുവശങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ചരടിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാരത്തെ വലിക്കുമ്പോൾ ഷട്ടർ ആവശ്യമായ നിരപ്പിൽ തുറക്കുന്നതും അങ്ങനെ വായുസഞ്ചാരം നിയന്ത്രിക്കുവാനും സാധിക്കുന്നു.
അടുത്തത് പിവോറ്റഡ് വിൻഡോ. ഇത് ലംബ ദിശയിലോ തിരശ്ചീന ദിശയിലോ ഫ്രെയിമിൽ ഉറപ്പിച്ചിട്ടുള്ള പീവട്ട് കേന്ദ്രമാക്കി തിരിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഷട്ടറോട് കൂടിയ വിൻഡോ ആണ് ഇത്. ഇത്തരം വിൻഡോയുടെ ഫ്രെയിമുകളിൽ റിബേറ്റ് കൊടുക്കുന്നില്ല. കൂടുതൽ വായുസഞ്ചാരം ലഭിക്കുന്നതോടൊപ്പം എളുപ്പത്തിൽ വൃത്തിയാക്കാനും ഇത് സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ സാധാരണ കാണാറില്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് സ്ലൈഡിംഗ് വിൻഡോ. ഇത് ചിലപ്പോഴെങ്കിലും ചിലയിടങ്ങളിൽ കാണാറുണ്ട്. ലംബമായ അല്ലെങ്കിൽ തിരശ്ചീനമായ ദിശയിൽ തെന്നി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ചെയ്തിട്ടുള്ള റോളർ ബെയറിങ്ങോട് കൂടിയ വിൻഡോയാണ് ഇത്. ട്രെയിനുകൾ, ബാങ്കുകൾ, കടകൾ എന്നിവിടങ്ങളിൽ ഇത് കൂടുതലായും ഉപയോഗിക്കുന്നുമുണ്ട്. ട്രെയിനുകളിൽ നമുക്കിത് സർവ്വസാധാരണ കാണാം. ട്രെയിനിലെ എല്ലാ വിൻഡോകളും ഇത്തരത്തിൽ നീക്കുന്നതാണ്. അടുത്തത് ലവേഡ് വിൻഡോ. ലവേഡ് ഡോറിൽ ഉള്ളതുപോലെ തന്നെ, അത് ലവേഡ് എന്ന് പറയുന്ന ഡോറും ഉണ്ട്, അതേമാതിരിയുള്ള ലവേഡ് മോഡൽ ഡോറുകളും ഉണ്ട്. ഇതിൽ 45 ഡിഗ്രി ചരിവിൽ ലവറുകൾ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറോട് കൂടിയ വിൻഡോയാണ് ഇത്. അടഞ്ഞ രീതിയിൽ മുറിക്കുള്ളിൽ കൂടുതൽ വായുസഞ്ചാരവും പ്രകാശവും സ്വകാര്യതയും നിലനിർത്തുന്നു. മഴവെള്ളം മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ ലവേഴ്സ് വെളിയിലേക്ക് ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക്ഷോപ്പുകൾ, ബാത്റൂമുകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു. മറ്റുള്ളവയെ അപേക്ഷിച്ച് വൃത്തിയാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അടുത്തത് സാഷ് അല്ലെങ്കിൽ ഗ്ലാസ്ഡ് വിൻഡോ. ഗ്ലാസ് പാനലോട് കൂടിയ കേസ്മെൻറ്റ് വിൻഡോ ആണ് ഇത്. ഗ്ലാസ് പാനലിനെ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി 5 mm മുതൽ 15 mm വരെ ആഴത്തിലുള്ള റിബേറ്റോട് കൂടിയ സാഷ് ബാറുകൾ ഉപയോഗിക്കുന്നു. ഇത് മുറിക്കുള്ളിൽ കൂടുതൽ പ്രകാശവും നൽകുന്നുണ്ട്. ഇത് ചിത്രത്തിലൂടെ ഈ വിൻഡോ എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് സർക്കുലാർ വിൻഡോ. വൃത്താകൃതിയിലുള്ള പീവട്ടഡ് വിൻഡോയാണ് ഇത്. ഫാക്ടറികളിലും വർക്ക്ഷോപ്പുകളിലും കൂടുതലായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കോർണർ വിൻഡോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മുറിയുടെ മൂലയ്ക്ക് ചെയ്തിട്ടുള്ള വിൻഡോയാണ് ഇത്. ഇതിന് മട്ടമായ ദിശയിൽ, അതായത് സ്ക്വയർ ഷേപ്പിൽ 2 ഫേസുകൾ ഉള്ളതിനാൽ കെട്ടിടത്തിന് 2 ദിശയിൽ നിന്നുള്ള പ്രകാശവും വായുസഞ്ചാരവും മുറിക്ക് ലഭിക്കുന്നു. കൂടാതെ കെട്ടിടത്തിൻ്റെ ഭംഗിയും കൂട്ടുന്നു. ഇത് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് ഗേബിൾ വിൻഡോ ആണ്. ഒരു മേൽക്കൂരയുടെ ഗേബിൾ അഗ്രത്ത് നിർമ്മിക്കുന്ന വിൻഡോ ആണ് ഇത്. ഇത് ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ഡോർമർ വിൻഡോ ആണ്. മുറിക്കുള്ളിൽ കൂടുതൽ പ്രകാശവും വായുസഞ്ചാരവും ലഭിക്കുന്നതിനു വേണ്ടി ചരിഞ്ഞ മേൽക്കൂരയുടെ ചരിവിൽ ഇടയ്ക്കോ താഴെയോ കൊടുക്കുന്ന വിൻഡോ ആണ് ഇത്. അതോടൊപ്പം കെട്ടിടത്തിൻ്റെ ഭംഗിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്തത് ബേ വിൻഡോയാണ്. ഒരു മുറിയുടെ പുറത്തെ ചുവരിൽ നിന്ന് സിൽ അല്ലെങ്കിൽ ഫ്ലോർ നിരപ്പിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിൻഡോ ആണ് ഇത്. സമചതുരം, ദീർഘചതുരം, ട്രപ്പീസിയം, സർക്കിൾ എന്നീ ആകൃതികളിൽ ഇത് നിർമ്മിക്കാം. മുറിക്കുള്ളിൽ കൂടുതൽ വായു പ്രവേശിക്കത്തക്ക വിധത്തിൽ ഓപ്പണിംഗ് ഏരിയ വർദ്ധിക്കുന്നതോടൊപ്പം കെട്ടിടത്തിൻ്റെ ഭംഗി കൂട്ടാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ക്ലിയർ സ്റ്റോറി വിൻഡോയാണ്. ഇത് ഉയർന്ന നിരപ്പിലുള്ള പ്രധാന മേൽക്കൂരയ്ക്ക് സമീപത്തായി കൊടുക്കുന്ന വിൻഡോ ആണ് ഇത്. കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ വരാന്ത അടയ്ക്കേണ്ടി വരുമ്പോൾ
അകത്തെ മുറിക്ക് കൂടുതൽ വായുസഞ്ചാരവും പ്രകാശവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സാധാരണയായി കൊടുക്കുന്നത്. മെറ്റൽ ഫ്രെയിമിലും തടി ഫ്രെയിമിലും ഇത് നിർമ്മിക്കുന്നുമുണ്ട്. ഇതിലൂടെ നോക്കിയാൽ പരിസര പ്രദേശങ്ങളെല്ലാം ഭംഗിയായി കാണുവാൻ കഴിയും. അപ്പോൾ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിസരം മുഴുവനും വീക്ഷിക്കുന്നതിന് ഈ വിൻഡോയിലൂടെ, ഈ ക്ലിയർ സ്റ്റോറി വിൻഡോയിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് ലാറ്റൻ ലൈറ്റ് വിൻഡോയാണ്. പരന്ന മേൽക്കൂരയിൽ ചെയ്യുന്ന വിൻഡോ ആണ് ഇത്. കെട്ടിടത്തിൻ്റെ അകവശത്ത് കൂടുതൽ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി ഇത് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ചതുരാകൃതിയിലും അല്ലെങ്കിൽ വൃത്താകൃതിയിലും ഇത് നിർമ്മിക്കുന്നുമുണ്ട്. പ്രകാശത്തിനോടൊപ്പം വായുവും ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ ചിവറ്റഡ് വിൻഡോ ഇതിൽ ഘടിപ്പിക്കാം. അങ്ങനെയും ഒരു സൗകര്യം ഇതിലുണ്ട്. ഈ പിവറ്റഡ് വിൻഡോ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, അതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്യുവാൻ കഴിയും. അടുത്തത് സ്കൈലൈറ്റ് വിൻഡോ ആണ്. ഒരു ചരിഞ്ഞ മേൽക്കൂരയുടെ ചരിഞ്ഞ പ്രതലത്തിൽ ചെയ്യുന്ന വിൻഡോ ആണ് ഇത്. ഗ്ലാസ് പാനലോടുകൂടി ഒരു ഇരുമ്പ് ഫ്രെയിമിൽ ഇത് ഉറപ്പിക്കുന്നു. മുറിക്കുള്ളിൽ കൂടുതൽ പ്രകാശം പ്രവേശിക്കുന്നതിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതും ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആകാശ സൗന്ദര്യവും ആസ്വദിക്കുവാനും കഴിയും എന്നുള്ളതാണ്. അടുത്തത് മെറ്റൽ വിൻഡോയാണ്. അത് മൈൽഡ് സ്റ്റീൽ, ബ്രോൺസ് തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് വലിപ്പത്തിൽ നിർമ്മിക്കുന്ന വിൻഡോ ആണ് ഇത്. ഇതിൻ്റെ ഫ്രെയിമിനെ നേരിട്ട് മേസണറി ഭിത്തിയിൽ ചേർത്തുറപ്പിക്കുകയോ അല്ലെങ്കിൽ തടി ഫ്രെയിമുമായി ഉറപ്പിക്കുകയോ ചെയ്യാം. മെറ്റൽ വിൻഡോയുടെ ഫ്രെയിമുകൾ പരസ്പരം വെൽഡ് ചെയ്താണ് യോജിപ്പിക്കുന്നത്. വുഡൻ വിൻഡോയെ അപേക്ഷിച്ച് മെറ്റൽ വിൻഡോയ്ക്കുള്ള ചില മേന്മകളുണ്ട്. അത് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതായതുകൊണ്ട് കൃത്യമായ വലിപ്പം ലഭിക്കുന്നു. വുഡൻ വിൻഡോയെ അപേക്ഷിച്ച് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വികാസങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നില്ല. ചെറിയ വസ്തുക്കളിൽ നിർമ്മിക്കുന്നതാകയാൽ കൂടുതൽ പ്രകാശവും വായുവും ലഭിക്കുന്നു. പുനർനിർമ്മാണം എളുപ്പവും ചിലവ് കുറഞ്ഞതും ആകുന്നു. ഇതിൽ തീയുടെ പ്രതിരോധം വളരെ കൂടുതലാണ്. വുഡൻ വിൻഡോ അപേക്ഷിച്ച് ബലവും ഈടും കൂടുതലാണ് ഈ മെറ്റൽ വിൻഡോകൾക്ക്. തുരുമ്പ് പിടിക്കാത്ത തരത്തിലുള്ള അലൂമിനിയം കൊണ്ട് നിർമ്മിക്കുന്ന വിൻഡോയാണ് ഇപ്പോൾ കൂടുതലായും ഉപയോഗത്തിലുള്ളത്. ഇതിന് പെയിൻറ്റിങ്ങിനും പുനർനിർമ്മാണത്തിനും ഒന്നും ആവശ്യമില്ല. ഇത് വളരെ ഭംഗിയുള്ളതും ആണ്. അലൂമിനിയം വിൻഡോയ്ക്ക് ചില കോട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നാമതായി ചിലവ് അല്പം കൂടുതലാണ് എന്നുള്ളതാണ്. എന്നാൽ ബലം കുറവുമാണ്. സുരക്ഷാ ബാറുകൾ വിൻഡോകളിൽ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അടുത്തത് വെൻറ്റിലേറ്ററാണ്. സാധാരണയായി ഡോർ അല്ലെങ്കിൽ വിൻഡോയുടെ മുകളിൽ നിർമ്മിക്കുന്ന ഉയരം കുറഞ്ഞ ചെറിയ വിൻഡോയാണ് ഈ വെൻറ്റിലേറ്റർ എന്ന് പറയുന്നത്. ജനലുകളും വാതിലുകളും അടച്ചാലും മുറിക്കുള്ളിൽ വായുസഞ്ചാരവും പ്രകാശവും സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് വെൻറ്റിലേറ്റർ നിർമ്മിക്കുന്നത്. സുരക്ഷയ്ക്കു വേണ്ടി സ്റ്റീൽ ഗ്രില്ലുകൾ ഉറപ്പിച്ച ഫ്രെയിമിൽ ഗ്ലാസ് പാനലുകൾ ചെയ്തിട്ടുള്ള ഷട്ടർ വെൻറ്റിലേറ്ററിന് ഉപയോഗിക്കുന്നു. ഇത് ഐസൊലേറ്റഡ് രീതിയിലും ഡോർ അല്ലെങ്കിൽ വിൻഡോയുമായി ചേർന്ന് വരുന്ന കമ്പൈൻഡ് രീതിയിലും നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ വിൻഡോയെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വിവരണങ്ങൾ ഏറെക്കുറെ എല്ലാ പേർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത മറ്റൊരു വിഷയവുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.